ചെയ്യുകയാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ജനാധിപത്യ മുന്നേറ്റത്തിൻ്റെ 6.5 പതിറ്റാണ്ട് എന്ന പ്രമേയത്തെ അധികരിച്ചുകൊണ്ട് കോട്ടക്കൽ നിയോജക മണ്ഡലത്തിൽ പ്രോജ്വലമായ സന്ദേശ പ്രചരണ ജാഥ നടത്തി ഈ സമാപന യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന അതിൻ്റെ അധ്യക്ഷൻ കൂടിയായ പ്രിയപ്പെട്ട സുഹൃത്ത് ശംസുദ്ദീൻ, വേദിയിലിരിക്കുന്ന ജാഥാംഗങ്ങൾ, ഡയറക്ടർ, കോർഡിനേറ്റർ, അതുപോലെ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ബഷീർ രണ്ടത്താണി, അബു യൂസഫ് ഗുരുക്കൾ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നൌഷാദ് മണ്ണിശ്ശേരി, വേദിയിലും വേദിക്ക് താഴെയുമായി അണിനിരന്നിട്ടുള്ള നല്ലവരായ മുസ്ലിം ലീഗിന്റെ പച്ച പടയണിയിലെ കണ്ണികളായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. സഹോദര സമുദായാംഗങ്ങൾക്ക് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ സ്നേഹാഭിവാദ്യങ്ങൾ. ഇവിടെ എല്ലാ നേതാക്കളും വിശദമായി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പറഞ്ഞാൽ തീരാത്ത ചരിത്രമാണ് മുസ്ലിം ലീഗിൻ്റെത്. മാത്രമല്ല നമ്മുടെ വികസനത്തെക്കുറിച്ച്, അതുപോലെ കേരളത്തിലെ ഭരണത്തെക്കുറിച്ച് പറഞ്ഞാൽ തീരാത്ത അത്ര. അടുത്ത കാലത്തായി നമ്മുടെ നാട്ടിൽ ഈ സമയത്ത് ഇങ്ങനെ ഒരു സമ്മേളനം നടക്കുന്നത് കുറെ കാലത്തിന് ശേഷം ആദ്യമായിട്ടായിരിക്കും. ഏതായിരുന്നാലും ഇവിടെ ഒത്തുകൂടിയ മുസ്ലിം ലീഗിന്റെ എളിയ സേവകന്മാരായ എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. അള്ളാഹു ഈ അന്തസ് എന്നെന്നും നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അതോടൊപ്പം ഇവിടെ എൻ്റെ പ്രിയങ്കരനായ സുഹൃത്തു കൂടിയായിരുന്ന അഹമ്മദ്, ഞാൻ എൻ്റെ ഓർമ്മ ഒരു നിമിഷം സമദാനി പറയുമ്പോൾ അങ്ങോട്ട് പോവുകയായിരുന്നു. വളരെ വളരെ സജീവമായി നമ്മുടെ എല്ലാ രംഗത്തും ഒരു ചെറു പുഞ്ചിരിയോടുകൂടി സൗമ്യനായി നിറഞ്ഞു നിന്നിരുന്ന അഹമ്മദ് ഇന്ന് നമ്മോടൊപ്പം ഈ സദസ്സിൽ ഇരിക്കേണ്ടയാളായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് നിശ്ചയിച്ച അവധി എത്തിയപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോയി. നമുക്കൊരു വിശ്വാസമുണ്ട്, ഇതിനേക്കാൾ നിലനിൽക്കുന്ന ലോകം പരലോകമാണ് എന്ന്. അവിടെ നാളെ ജന്നാത്തുൻ നഈമിൽ അവരോടൊപ്പം റബ്ബ് തആല റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊപ്പം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ലീഗിന്റെ ശത്രുക്കൾക്കും ഒരാവശ്യമാണ് ലീഗ് നിലനിൽക്കൽ. അവർക്കൊരു ഇരയായിട്ടുള്ളത് ലീഗാണ്. അതിനുവേണ്ടി മുസ്ലിം ലീഗിനെ പച്ചക്കിട്ട് തിന്നാൻ എന്തൊക്കെ ആയുധങ്ങളുണ്ടോ അതൊക്കെ നാനാഭാഗത്തു നിന്നും എയ്തുകൊണ്ടിരിക്കും. ഇങ്ങനൊക്കെ ആയിട്ടും മുസ്ലിം ലീഗിന് ക്ഷതം സംഭവിക്കാതെ ഇന്നും നിലനിൽക്കുകയാണ്. ഇതുണ്ടാക്കിയ മഹാരഥന്മാരുടെ നിയ്യത്താണ്. ആ നിയ്യത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ജയിച്ചാൽ അത് വകവെച്ചു തരാൻ ഇവിടെ ആളില്ല. നമുക്ക് മന്ത്രിമാര് വന്നാൽ അതിനെ അംഗീകരിക്കാൻ ആളില്ല. അതൊക്കെ പുച്ഛത്തോടു കൂടി കാണുകയാണ്, പുച്ഛത്തോടു കൂടി കാണാം. നേതാക്കളുടെ പേരിനോട് അലർജി, പാർട്ടിയോട് അലർജി, ഈ നിറത്തോട്. എന്റെ സുഹൃത്ത് നൌഷാദ് അടക്കമയോട് സൂചിപ്പിച്ചിരുന്നത് അതാണ്. പച്ച ലഡു കൊടുക്കുന്നു, പച്ച പായസം വിതരണം ചെയ്യുന്നു. എന്തൊരു പച്ചയാണ്! അതാണ് ചർച്ച. ഞാൻ അത്ഭുതപ്പെടുകയാണ്. നമ്മൾ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യാതിരുന്നത് നന്നായി. എത്ര ബെഡ്ഷീറ്റ് മാറ്റേണ്ടിയിരുന്നു! എന്താ കേരളത്തിന്റെ അവസ്ഥ? നമുക്കൊന്നും പാടില്ല. നമ്മൾ നമ്മുടെ അടയാളം, പൊതുരംഗത്ത് നിറം ഉപയോഗിക്കാൻ പാടില്ല എങ്കിൽ മന്ത്രിമാരുടെ കാറിന്റെ മുകളിൽ ചുവപ്പ് പാടില്ലല്ലോ. നമ്മളാരും ആക്ഷേപം ഉന്നയിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ഒരു പൊതു അടയാളമാകട്ടെ. അങ്ങനെ ഉണ്ടോ ഒരു നിറത്തിന്റെ പിന്നാലെ? ഇത് പറയുമ്പോൾ എനിക്ക് വല്ലാത്ത കൗതുകം തോന്നുകയാണ്. ഈയിടക്കടുത്ത് സൗദി KMCCയുടെ പരിപാടിക്ക് ചെന്നപ്പോ അവിടെയുള്ള ആളുകൾ പറഞ്ഞു, ഇവിടെ തൊഴിൽ മന്ത്രാലയം സ്വദേശീവൽക്കരണത്തിന്റെ ഭാഗമായി തൊഴിലാളികളെ, സ്പോൺസർമാരെ 4 ആയി തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് മഞ്ഞ നിറത്തിലാണ്, ഒന്ന് ചുവപ്പ് നിറത്തിലാണ്, ഒന്ന് ഇളം പച്ചയിലാണ്, മറ്റൊന്ന് കടും പച്ചയിലാണ്.
കടുംപച്ചയില് കുടുങ്ങിയവര് അതിൽ പെട്ടവരൊക്കെ രക്ഷപ്പെട്ടു. കടുംപച്ച കിട്ടിയവനക്ക് ജോലിയുണ്ട്, ശമ്പളമുണ്ട്, ബേജാറില്ല, റാഹത്തിൽ പോവുക. ഇളംപച്ചുള്ളവന് ഒന്നും കൂടി നിറം കൂടാൻ തോരക്കാണ്. മഞ്ഞ നിറമുള്ള ആള് അവന് മുന്നോട്ട് എത്തിയിട്ടില്ല, എന്നാ പിറകിൽ അല്പം മുന്നിലാണ്. ചുവപ്പോ കട്ടകാലം, അവിടെയും ചുവപ്പിന് രക്ഷയില്ല, അവിടെയും ചുവപ്പിന് രക്ഷയില്ല. ഇവിടെ പച്ച ബ്ലൗസിന്റെ തർക്കം വരുമ്പോ അബ്ദുൾ റബ്ബിനെ തടയാൻ വന്നിട്ട് പച്ച ബ്ലൗസ് മുസ്ലിം ലീഗ് ഈ കേരളത്തെ താലിബാനാക്കുകയാണോ എന്ന് പറഞ്ഞു പോയ ഒരുത്തൻ, ഒരു സഖാവ് അവിടെ പോയിട്ട് ജനങ്ങളുടെ മുമ്പാകെ വല്ലാത്ത തർക്കം കൂടിയിട്ട് റൂമിലും ബഹളം ഉണ്ടാക്കി ഈ പച്ച പറഞ്ഞിട്ട്. പക്ഷേ ഈശ നിസ്കരിക്കുമ്പോ ഓൻ ദ്വാരക്കാണ് പതുക്കെ, പടച്ചോനെ അബ്ദുൾ റബ്ബിനെയും അനുയായികളെയും പച്ചയിൽ ഉൾപ്പെടുത്തിയതുപോലെ നിന്റെ അറബിനെയും ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഓൻ ദ്വാരക്കാണ്, കായവിടെ കില്ല പിടിച്ച് കരയാ. ഞാൻ ആലോചിക്കുകയാണ്, പച്ച കിട്ടാൻ വേണ്ടിയിട്ട് ഉമ്മാക്ക് കണ്ട് വിളിക്കുക, വയലും സ്ഥലത്ത് നിങ്ങൾ കൊടുക്കണട്ടാ പച്ചയിൽ പെടാൻ. ഉമ്മ പറയാ മൊയ്ലിയരോട്, മൊയ്ലിയരെ ദ്വാരക്കണട്ടാ. പച്ചയിൽ പെടാൻ കണ്ടോ, പച്ച എവിടെയും മെച്ചാണ്. ഞങ്ങൾക്ക് പച്ചയോട് അന്ധമായ ഒരു മിച്ചം കാണിക്കുന്നില്ല, അതേപോലെ ചുവപ്പിനോട് അനന്തമായ ഒരു പുച്ഛവുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിറങ്ങളെ ഞങ്ങൾ മാനിക്കുകയാണ്. ഇവിടെ ഞങ്ങളോടുള്ള എതിർപ്പ് കൊണ്ട് നിറത്തോട് അലർജി. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഫണ്ടുകൾ വെക്കുമ്പോ പറയാണ് ഒരുത്തൻ ചാനലിൽ, എന്താ അനന്തപുരിയിലെ ഖജനാവ് മുഴുവൻ പാലാ വഴി താനൂരിലൂടെ പാണക്കാട്ടേക്ക് ഒഴുകുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? പിന്നെ പറയുന്നത് എന്താ, കേരളത്തിന്റെ ഭരണം ആരുടെ കയ്യിലാ? കുഞ്ഞൂഞ്ഞ്, കുഞ്ഞുമാണി, കുഞ്ഞാലിക്കുട്ടി. എന്തൊരു കൗതുകം! നമുക്കിതൊന്നും പാടില്ലേ? നമുക്കെന്താ ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പാടില്ല എന്നുണ്ടോ? നമ്മൾ മത്സരിച്ച് ജയിച്ചാൽ അംഗീകരിക്കൂല. നമ്മള് പരീക്ഷയ്ക്ക് പാസ്സായാൽ കോപ്പിയടിച്ച് പാസ്സാകുന്നവർ, നമ്മൾ ജനാധിപത്യത്തിന്റെ പോർക്കളത്തിൽ ബാലറ്റ് ഉപയോഗിച്ച് നിയമസഭയിൽ വന്നാൽ അനർഹമായി സ്വാധീനം ചെലുത്തി വാങ്ങുന്നവർ, ഇവരൊക്കെ വർത്താനം കേട്ടാ തോന്നുക ഈ 20 MLA-മാർ മലപ്പുറം കോട്ടക്കുന്നിന്റെ മുകളിൽ നിർത്തിയ തിരുവനന്തപുരം എന്ന ബോർഡ് വെച്ച KSRTC-യിൽ 20 ടവലിട്ടിട്ട് കയറിയിരുന്നാ തോന്നിപ്പോവുക. മക്കളെ, ഞങ്ങൾ ആൺകുട്ടികളെ പോലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചതാ. അങ്ങനെയാ ഞങ്ങൾ നിയമസഭയിലെത്തിയത്. ഞങ്ങൾക്ക് ആത്മാഭിമാനമുള്ള, അംഗീകാരമുള്ള ഒരുപാട് സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മഞ്ഞളാംകുഴി അലി സാഹിബിനെ വിമർശിക്കാൻ എന്തൊക്കെ പേരെടുത്ത് വലിയ കോലാഹലം സൃഷ്ടിച്ചില്ലേ? കണ്ടില്ലേ നിങ്ങൾ? ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 15-ന് മലപ്പുറത്തെ MSD ഗ്രൗണ്ടിൽ സല്യൂട്ട് സ്വീകരിക്കാനുള്ള ഭാഗ്യം കിട്ടിയത് മഞ്ഞളാംകുഴി അലി സാഹിബിനാണ്. അതാണ് ലീഗിന്റെ അന്തസ്. ലീഗ് ഇങ്ങനെയുള്ള ആളുകളെ വളർത്തിക്കൊണ്ടുവരുന്ന നാടിന്റെ നന്മക്ക് വേണ്ടിയിട്ടാണ്. മാർച്ചിറ്റ് പാർട്ടി വിട്ട എത്രയെത്ര ആളുകൾ നീല ലൈറ്റിട്ട വണ്ടിയിലാ വന്നത്, അറിയാലോ, ആംബുലൻസ്. എന്നാലോ മാർച്ചിറ്റ് പാർട്ടി വിട്ട ഒരാളെ ചുവന്ന ലൈറ്റിട്ട കാറിൽ കേരള സ്റ്റേറ്റ് എന്ന് എഴുതിയിട്ട് ദേശീയ പതാക കുത്തി ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, ഞങ്ങൾ പോകുന്ന സദസ്സിൽ ആളുണ്ട്, ഞങ്ങൾ അംഗീകരിക്കാൻ ആളുണ്ട്. അവിടെ കയറിയ ഈ അഹമ്മദിന് അംഗീകാരമില്ലെന്ന് ആരാ പറയാ? നമ്മളെ നേതാക്കളെ മുഴുവൻ, നമ്മുടെ മുന്നണി, ഇത് തൊട്ട മുന്നണിയാണ്. ഉമ്മൻചാണ്ടിയുടെ ഭരണത്തെപ്പറ്റി പഠിക്കാൻ UN സഭേന രണ്ടാൾ വന്നത്. ഐക്യരാഷ്ട്രസഭയിൽ ഐക്യജനാധിപത്യ മുന്നണിയില്ല, ഐക്യരാഷ്ട്രസഭയിൽ 2 പ്രതിനിധികൾ. ചെയർമാൻ പോയാൽ ബ്രിട്ടനിലേക്ക് പാർലമെന്റിൽ ക്ലാസ് എടുക്കാൻ കൊണ്ടുപോകാൻ ആവശ്യം ഇതിനാശ എമർജൻസി അടിച്ചപ്പോഴേക്ക് 52 രാജ്യത്തിലെ പ്രതിനിധികളാണെന്നത്. 52 രാജ്യത്തിലെ എമർജൻസി ദിനാശാസ്ത്രി ചൈനക്കാരന്റെ ഗ്രീൻ സല്യൂട്ടാണോ ഭരാതെ കിട്ടിയത്? പച്ച സല്യൂട്ട് അറിയോ? കണ്ടില്ലേ? ഇളമരം ഗുരുവിനെ എത്ര വിളിച്ചു നോക്കി. കരീം ഇത്തരം കാര്യങ്ങളെ പറ്റി ആലോചിച്ചിരുന്നില്ലേ? വന്നോ? പൊട്ടൻ കല്യാണത്തിന് വിളിച്ച ആരാ വന്നത്? അങ്ങനെ ഉണ്ടോ? ഇഞ്ഞാപ്പ വിളിച്ചപ്പോഴേക്ക് ആളുകൾ വരികയാണ്. 52 രാജ്യത്തിലെ പ്രതിനിധികൾ. ചൈനക്കാര് വന്നു. ഇതിലൊക്കെ വരുമ്പോ ആ പ്രതിപക്ഷ നേതാവിന് ഒരു മൂലക്കൊരു കസേരട്ട് അവിടെ ഇരുന്നാ മതിയായിരുന്നു. ചൈനക്കാർക്ക് പറയായിരുന്നു നമ്മളെ വകയിലുള്ള ഒരു എളാപ്പല്ലേ അതേന്ന്. പക്ഷെ പടപ്പ അവിടെ എത്തിയില്ല, മൂപ്പരവിടെ വന്നില്ല. മൂപ്പര് VS അല്ലേ? ജനിച്ചപ്പോ തന്നെ വികസനത്തിന്റെ ശത്രു VS. പണ്ടന്നെ അതാണ്. മൂപ്പര് നേരാകുന്ന ഒരു മട്ടുമില്ല, എല്ലാറ്റിനും എതിർത്ത് അങ്ങനെ പോവുകയാണ്.
ഇയാൾക്ക് പറയായിരുന്നു, ഇത് ഞങ്ങളെ ചൈനക്കാരാ, ഞങ്ങളെ തറവാട്ടിൽ നിന്ന് വന്നവരാണ് എന്ന് പറയായിരുന്നു. ചൈനക്കാർ വന്നപ്പോൾ ഇനി ചൈനയിൽ ഇയാൾ പോയാലോ? ഏതെങ്കിലും കാലത്ത് ചൈനയിൽ പോയാൽ നിങ്ങൾ എവിടുന്നാന്ന് ചോദിച്ചു. ഞാൻ കേരളത്തിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ എമർജിങ് കേരളയിൽ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചാൽ വഷളായില്ല അയാൾക്കൊക്കെ ജീവിതത്തിൽ കിട്ടിയൊരു സൗഭാഗ്യമല്ലേ. നാട്ടുകാരൊക്കെ പങ്കെടുത്തൊരു കല്യാണത്തിൽ ഒരു കാരണവരായിട്ട് വിലസാൻ പറ്റുന്ന ഒരു ചാൻസ് ആയിരുന്നു മൂപ്പർക്ക്. വന്നില്ലല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നാടൻ കാക്കാര് വരെ എമർജിങ്ങിനെ പറ്റിയിട്ട് സന്തോഷത്തിൽ പറഞ്ഞു. ഞാൻ അറിയുന്ന ഒരാൾ പറയാണ്, എമർജിങ് കേരള. വേറെ കുട്ടികൾ ചോദിച്ചു ഇയാളോട്, എന്താ വല്യപ്പ ഈ എമർജിങ് കേരള? എനിക്കും അറിയില്ലടാ, എനിക്കും അത് വലിയ പിടുത്തല്ല. പക്ഷെ അത് നല്ല കാര്യമാണ്, ഉറപ്പാണ്. എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? എടാ, അതിന് മാർച്ചിറ്റൊരു കുട്ടികൾ വല്ലാതെ എതിർക്കുന്നുണ്ട്. ഞാൻ അപ്പൊ മനസ്സിലാക്കിയത് അത് നല്ല കാര്യമാണ്. ഇപ്പൊ മാർച്ചിസ്റ്റ് പാർട്ടി എതിർക്കുന്നുണ്ടൊക്കെ മനസ്സിലാക്കുക, അത് നാടിന് മെച്ചമുള്ള കാര്യമാണ്. എന്തെല്ലാം കാര്യം. MA യൂസുഫ് അലിയാ വന്നത് അല്ലേ, രവി പിള്ള, ഗൾഫാർ മുഹമ്മദ് അലി, വിദേശി മലയാളികളായ വിദേശികളൊക്കെ നമ്മുടെ നാട്ടിൽ മുതൽ മുടക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുമ്പോ അതൊന്ന് രണ്ട് കൈയൊന്നിട്ട് സ്വീകരിച്ചൂടെ? ഒന്നുമില്ല. അനങ്ങിയാ പറയാ പറമ്പ് കച്ചവടം, കുഞ്ഞാലിക്കുട്ടിക്ക് പറമ്പ് കച്ചവടം, മൻമോഹൻ സിംഗിനും പറമ്പ് കച്ചവടം. ഒന്ന് ആലോചിക്കണോ? ഒരു പണിയിലായിട്ട് വന്നതാണ് ആധാരേറ്റ് മൻമോഹൻ സിംഗ് അവിടുന്ന് ഡൽഹിന്ന്. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്നാ ഇയാളോ നമ്പർ 1 പറമ്പ് കച്ചവടക്കാരനായി സോമന് ഭൂമി പതിച്ചു കൊടുത്ത കേസിൽ ഒന്നാം പ്രതിയായി വരുന്നത് എമർജിങ് കേരള നടക്കുന്ന അന്ന് ഫ്ലാഷ് ന്യൂസ്. ഞാൻ അത്ഭുതപ്പെടുക. ഇയാൾ ആ സോമന് കൊടുത്ത ഭൂമിയിൽ ഒപ്പിട്ടത് എന്നാന്നറിയോ? മുഖ്യമന്ത്രി ആയ അന്നത്തെ ഡേറ്റാ. അതിനായിട്ട് കയറിയതല്ല അതിന്റെ അർത്ഥം. ഞാൻ ആലോചിച്ച് നോക്കുകയാണ്. ഇയാളെ ഇയാളെ വിശ്വസിക്കുക? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ഒരുപാട് പ്രകടനം നടത്തി എമർജിങ് കേരള നടക്കരുതെന്ന് കരുതിയിട്ട്. പക്ഷെ ഈ രാജ്യക്കാരൊക്കെ വന്ന് എന്താ കാരണം? ഓലൊന്നും മാധ്യമവും ദേശാഭിമാനിയും വായിക്കാത്തവരായതുകൊണ്ട് വന്നതാണ്. മലയാളത്തിലൊരു പേപ്പർ അവർക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഇവിടെ നല്ല സംഭവമാണ്. പ്രതീക്ഷയോടുകൂടിയാ വന്നത്. ഇപ്പൊ സ്മാർട്ട് സിറ്റിയുടെ അറബിയൊക്കെ ചോദിച്ചത്രേ അച്യുതാനന്ദനെ പറ്റി കുഞ്ഞാപ്പാനോട്. മജ്നൂൻ മാഫി മൗജൂദ പ്രാന്ത വന്നിട്ടില്ലേ? അപ്പൊ മറ്റുള്ളവരൊക്കെ ചോദിക്കും, ഊയിസ് മജ്നൂൻ, ആരാണ് ഈ മജ്നൂൻ? ആ കുഞ്ഞാപ്പ പറഞ്ഞ ഇടക്കിടക്ക് ഉടക്കുണ്ടാക്കുന്ന ഒരു പടപ്പാണ് അത് വന്നിട്ടില്ലായിരുന്നു. അയാൾ വരാത്തോണ്ടല്ല അത് മനോഹരായി നടന്നത്. മാർക്സിസ്റ്റ് പാർട്ടി ഈ രാജ്യത്ത് ഏത് നന്മക്കൊപ്പാ നിന്നത്? ഇന്ന് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ കണ്ട ഒരു റിപ്പോർട്ട്, ആദ്യത്തെ വാർത്ത മനോരമ വായിച്ചത് എന്താ അറിയോ? മലയാളം സർവകലാശാല കേരള പിറവി ദിനത്തിൽ ഉദ്ഘാടനം ചെയ്യില്ല എന്നാ പറഞ്ഞത്. ചെയ്യൂല. കേരള പിറവി ദിനത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ പോവുമായിരുന്നു. വിശദാംശങ്ങൾ എനിക്കറിയില്ല. അവര് വാർത്ത വായിച്ചു. എന്താ കാരണം? തർക്കം വന്നു. തിരൂരിലേക്ക് പോകുമ്പോ കാണാ ഫ്ലക്സുകൾ പൊങ്ങിയിരിക്കുകയാണ് അവിടെ മുഴുവൻ. എന്താ? ജനവാസ കേന്ദ്രങ്ങളിൽ പാടില്ല. അറബിക്കടലിൽ ആസിയാക്കാർ അറബിക്കടലിൽ അതും അവിടെ കൊണ്ടിട്ടുണ്ട്. ഇവരെ കൊണ്ട് കരയിലും കടലും ആകാശത്തിന് സുഖമില്ലാത്ത പോലെ ഒരു പാർട്ടി വലിയ എല്ലാത്തിനും എതിർക്കുക. കാലിക്കറ്റിലെ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ തിരൂർ പോളിയിൽ ഒരു അത്യുഗ്രം പ്രഭാഷണം നടത്തി. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് വളരെ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ അത്ഭുതം കൂറി. നാടിനെ പറ്റി കാഴ്ചപ്പാടുള്ള ആളുകളാണ്. അങ്ങനെയുള്ളവർ നമ്മുടെ നാട്ടിലില്ല. നല്ല കഴിവുള്ളവർ, സമ്പത്തുള്ളവർ, സ്വാധീനമുള്ളവരൊക്കെ. MA യൂസുഫ് അലിയുടെ ലുലു സെന്റർ വിദേശങ്ങളിൽ പോയി നോക്കണേ, എത്ര എണ്ണ. അത് ഇവിടെ ഒന്ന് വന്നാലോ? രണ്ടത്താണി അങ്ങാടിയിൽ ഒരു ലുലു സെന്റർ വന്നാൽ എന്താ മെച്ചം? ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാർക്ക് ഓട്ടം കിട്ടൂലേ? ഒന്നുമില്ലെങ്കിൽ ഒരു DYFI-കാരന് 4 അച്ചാറിന്റെ പാക്കറ്റ് അതിന്റെ മുമ്പിൽ ഇരുന്നാൽ സാധു ആനക്ക് എത്ര മെച്ചം കിട്ടും പാർട്ടി സമ്മേളനത്തിന്? എല്ലാ സംഗതിനെ എതിർക്കുക. ഇവിടെ ജനവാസം. നേരെ അങ്ങോട്ട് പോയാലോ അവിടെ മരം. ചങ്ങായിമാരെ, ഇപ്പൊ കാണുന്ന ബിൽഡിംഗ് ഒക്കെ ആദ്യം മരയും പൊന്തുണ്ടായിരുന്നോടത്താണ്. പൊന്തി മരമൊക്കെ ആദ്യം ഉണ്ടായിരുന്നോടത്ത് തന്നെ ഇപ്പത്തെ ബിൽഡിങ്ങുകളൊക്കെ. ഇപ്പൊ മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ് ആദ്യം എവിടെയായിരുന്നു? എങ്ങനെ അതുണ്ടായത്? തെങ്ങ് വെട്ടാതെ, വാഴ വെട്ടാതെ ആരാ വീടുണ്ടാക്കിയത്? അതാണ് എളമരം കരീമു പറഞ്ഞത്. വ്യവസായം പിന്നെ തെങ്ങിന്റെ മണ്ടയിൽ തുടങ്ങാൻ പറ്റുമോ? മലപ്പുറം ഭാഷയെ പറഞ്ഞ തെങ്ങിന്റെ കുരലിൽ തുടങ്ങാൻ പറ്റുമോന്ന് ഞാൻ ചോദിക്കുകയാണ്. ഇവരെ വർത്താനം കേട്ടാ തോന്നുന്ന മെഡിക്കൽ കോളേജ് മരത്തുമ്മ വിരിഞ്ഞതാന്നാ. മെഡിക്കൽ കോളേജ് മരത്തുമ്മ ഇങ്ങനെ വിരിഞ്ഞ്
കൊമ്പത്ത് കൂടി ഉണ്ട് ഇറങ്ങിയിട്ട് വരുമ്പോ അവിടെ നിന്ന് ഒരു മെഡിക്കൽ കോളേജ് മരങ്ങളോട് പറഞ്ഞു നിങ്ങളാണ്ട് വിട്ടിക്ക് ഞാൻ ഇവിടെ കട്ടെ. അങ്ങനെ മെഡിക്കൽ കോളേജ് ഉണ്ടായത്. നിങ്ങൾ ഈ രാജ്യത്ത് ഏത് കാര്യത്തെയാണ് അനുകൂലിച്ചത്? കരിപ്പൂർ എയർപോർട്ട് വന്നപ്പോ പറഞ്ഞു ദാവൂദ് ഇബ്രാഹിമിന്റെ ആളുകൾ വരും. ഇന്ന് ഹജ്ജിന് പോണവർക്ക് എത്ര സുഖമാണ്. പണ്ട് നമ്മളെ വല്യമ്മ ഹജ്ജിന് പോയാൽ വിവരം കിട്ടാൻ എത്ര പിടിച്ചിരുന്നു ഇന്നറിയോ? ഇന്ന് അവിടുന്ന് വരുമ്പോ ചങ്കുവെട്ടിയിൽ ഫാസ്റ്റ് ഫുഡ് കയറി വീട്ടിൽ എത്തുമ്പോഴേക്ക് അവിടെ എത്തിയ വിവരം കിട്ടും. എടാ അജി എവിടെയെന്നാ ചോദിക്കുക അമ്മ. അപ്പൊ എന്താ പറയുന്നത്? ഞാൻ ചങ്കുവെട്ടില, മറ്റൊരു അബുദാബിയിലും ദുബായിലെത്തി, സൗദിയിലെത്തി. സൗകര്യ. അതാണ് ഗുജറാത്ത് ചിന്തിച്ചത്, അതാണ് കർണാടക ചിന്തിച്ചത്, അതന്നെയാണ് തമിഴ്നാടും ചിന്തിച്ചത്. എന്നാ ഇവരോ ഇപ്പൊ കുറച്ചാണ്ട് കഴിയട്ടെ. നമ്മുടെ റോഡ് എന്താ അവസ്ഥ? എത്ര അപകടം വരുന്നത്. ഇപ്പൊ പുതിയങ്ങാടിയിലെ ബൈപ്പാസ് വന്നില്ലെങ്കിൽ എന്താ സ്ഥിതി? ഇപ്പത്തെ ചമ്രവട്ടം വന്നപ്പോ ഇപ്പൊ പൊന്മുണ്ടത്തെ ബൈപ്പാസ് ഇബ്രാഹിം കുഞ്ഞ് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ഇങ്ങോട്ട് പോരുമ്പോ ഞാൻ അത്ഭുതപ്പെടുകയാണ്. പാണക്കാട്ടേക്ക് പോകുമ്പോ കാണുന്ന ബൈപ്പാസ് എന്തൊരു വിശാലത. ഇപ്പുറത്ത് പുത്തൂരിൽ നിന്ന്, കോട്ടക്കലിൽ നിന്ന്, നമ്മുടെ മണ്ഡലത്തിൽ സമദാനി സാഹിബിന്റെ ഫണ്ട് ഇങ്ങോട്ടൊരു ബൈപ്പാസ്. ഇതാ അഭൂതപൂർവമായ വലിയൊരു സംഭവം. മൂടാലിൽ നിന്ന്, കഞ്ഞിപ്പുരയിൽ നിന്ന് മൂടാലിലേക്ക് ബൈപ്പാസ് കണ്ടോ? തിരൂരില് പൊന്മുണ്ടം ബൈപ്പാസ് പോലീസ് ലൈനിൽ നിന്ന് സൗകര്യമാണ്. കോഴിക്കോട്ടേക്ക് പോകുന്ന ആ ബൈപ്പാസ് ഈ മാർച്ചിസ്റ്റേറെ എതിർപ്പ് വകവെക്കാതെ ഉണ്ടാക്കിയതുകൊണ്ട് ഇന്ന് മര്യാദക്ക് മെഡിക്കൽ കോളേജിലേക്ക് ഒരു രോഗിനെ കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ ടൗണിലെ സ്ഥിതി എന്താ? ഇവര് പറഞ്ഞു എക്സ്പ്രസ് ഹൈവേ വന്നാൽ ഞാൻ എന്റെ പശുവിനെ എവിടെ കിട്ടുകയാണ്. റോട്ടിന്റെ ഒത്ത നടുവിൽ കയറും പിടിച്ചൊരു നിപ്പാണ്. പുല്ലുണ്ടെങ്കിൽ തിരക്കടില്ല. ദാറുണ്ടോ തിന്ന പശു ആർക്ക് വേണ്ടി നിർത്തിയതാ? എതിർക്കുക. ഒന്നുമില്ല, ആളെ കൂട്ടണം അതിന് വേണ്ടിയിട്ട്. ഇപ്പൊ ചാലയിൽ ടാങ്കർ ലോറി മറിഞ്ഞു. എന്താ കാര്യം? ഡിവൈഡറിൽ തട്ടി മറിഞ്ഞു. ഉടനെ എന്ത് പറഞ്ഞു? ഡിവൈഡർ പാടില്ല എന്ന് പറഞ്ഞോടത്തൊക്കെ കാറ് നേരെ വന്ന് മുട്ടൽ തുടങ്ങി. രണ്ട് സൈഡിൽ കൂടി സൗകര്യത്തിന് അത് കഥ അല്ലേ? ഒരു കുട്ടി വെള്ളത്തിൽ വീണാൽ ഇന്ന എല്ലാ കിണറുകൊണ്ട് തൂർത്താളിന്ന് പിന്നെ എങ്ങനെയോടെ കുടിക്കുക? കുട്ടി തീയിൽ വീണാ പറയാ ഇനി തീ തന്നെ വേണ്ട, എങ്ങനെ പാചകം ചെയ്യാ? എല്ലയിലുണ്ട് ഖൈറും ഷെറും മക്കളെ, അല്ലേ? അത് ഖളായിൽ വിശ്വസിക്കുന്നവനക്കുള്ളതാണ്. ഇത് പരലോകത്തിൽ വിശ്വാസമില്ലല്ലോ, ഈശ്വരനിൽ വിശ്വാസമില്ലല്ലോ. മൂന്നാം ലോകവും നാലാം ലോകവും ഒക്കെ ഉള്ള വിശ്വാസമുള്ളൂ, പടച്ചോനിൽ വിശ്വാസമില്ല. അങ്ങനെയുള്ളവർക്ക് എന്തുണ്ടാക്കാനായി ഈ നാട്ടിൽ? ഒരു പുരോഗതിയെ പറ്റി ചിന്തിക്കാനുണ്ടോ? എല്ലാ സംവിധാനങ്ങളെയും എതിർക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ അച്യുതാനന്ദനും ടീമിനൊക്കെ കഥയും ബുദ്ധിയും വെക്കുന്നതിന്റെ മുമ്പ് ആ ബ്രിട്ടീഷുകാരൊക്കെ റെയിലിന്റെ പണി കഴിച്ചു പോയത് നന്നായി. അല്ലെങ്കിൽ 2 ലൈനിൽ റെയിലിൽ വണ്ടി ഓടുവോ? മെട്രോ റെയിൽ നമ്മൾ ചിന്തിക്കുകയാണ്. ഗൾഫ് ഞാൻ അത്ഭുതപ്പെട്ടു. ഇയാൾക്കൊരു സ്വപ്നമില്ലല്ലോ. സ്വപ്നം കാണണമെങ്കിൽ ആദ്യം ഒന്ന് കാണണ്ടേ ഇയാള്? ഇപ്പൊ ഒരു ചിത്രത്തിൽ ഒരാളെ കണ്ടെങ്കിലേ നമ്മളതൊന്ന് സ്വപ്നം കാണൂ. ഇപ്പൊ അബുദാബി സ്വപ്നം കാണണമെങ്കിൽ CD-യിലെങ്കിലും ഒന്ന് കാണണ്ടേ അബുദാബി? ഇയാൾ അങ്ങനെ കണ്ടിട്ടുണ്ടോ? ഞാൻ പലപ്പോഴും പല KMCC-ക്കാരോടും പറയലുണ്ട്, നമുക്കൊക്കെ വിസ തരുന്ന കൂടുതൽ ആ ചങ്ങായിക്ക് ഒരു വിസ തന്നിട്ട് ഒന്ന് കൊണ്ടേ ഇറങ്ങാൻ വല്ല മടിയുണ്ടെങ്കിൽ ഹെലികോപ്റ്ററിൽ ഇങ്ങനെ കാക്കിയിട്ട് ഇതാ ലൈൻ, ഇതാണ് ബഹ്റൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഖബറൈൻ എന്നാണ് കൊണ്ടേക്കൂടതിനെ. എന്താ ചങ്ങായിമാരെ ഇയാളൊക്കെ ഒരു അവസ്ഥ നോക്കാണ് നിങ്ങൾ. ഒരു നന്മക്കൊപ്പം നിൽക്കൂല. എല്ലാ സംവിധാനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പൊന്തയും കാടും വെട്ടിത്തെളിച്ചപ്പോഴേക്ക് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടിയെടുത്തു. എന്താ പറഞ്ഞത്? പക്ഷിസംഖ്യ. ഉടനെ എന്ത് പറഞ്ഞു? ഡിവൈഡർ പാടില്ല എന്ന് പറഞ്ഞോടത്തൊക്കെ കാറ് നേരെ വന്ന് മുട്ടൽ തുടങ്ങി. 2 സൈഡിൽ കൂടി സൗകര്യത്തിനല്ലേ? വേദങ്ങൾ നഷ്ടപ്പെട്ടു. തലയും മുടിയും വാരാൻ പറ്റുമോ? എത്രയെത്ര ഫാനുകൾക്കാണ് ഒരു ദിവസം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുളിക്കും വേണ്ട, തിരുമ്പും വേണ്ട, അങ്ങനെ നടന്നു. നാടിന്റെ പുരോഗതിയെ പറ്റി യാതൊരു ചിന്തയില്ല. അതുകൊണ്ട് ബംഗാളിൽ നിന്ന് കെട്ടുകെട്ടിയത് ചെങ്കൊടിയും ചെഞ്ചോരയും ചെമ്പടയും ചെങ്കോട്ടയും 8 നില കയറി പൊട്ടി ബംഗാളിൽ. ഇനി ബംഗാളിൽ അങ്ങനെ ഒരു അവസ്ഥ ഇല്ല. കേരളക്കരയിൽ ആകെ കമ്മ്യൂണിസത്തിന്റെ ബാക്കി അടയാളമായി നിലനിന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് അപ്പ അത് തൊഴിലുറപ്പ് വരും വെട്ടുകയാണ്. ഇനി എവിടെ ഉള്ളത്? ഇനി ഇല്ലല്ലോ സംഭവം. ഇപ്പൊ വല്ലാത്ത ദേഷ്യത്തിലാണ്. ഒരു മുസ്ലിം ലീഗിനെ എതിർക്കുക. ലീഗ് ഇസ്ലാമിക ഭരണം പ്രഖ്യാപിച്ചിരിക്കുന്നു. വിജയരാഘവൻ പറയാണ്, ലീഗ് ഇസ്ലാമിക ഭരണം പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്താ കാര്യം? ഇഫ്ലു കോളേജ് വരേണ്ട ഒരാൾ പറയാ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയാണ് ഇഫ്ലു. ചങ്ങായിമാരെ വിചാരം ഇഫ്ലു കോളേജാണ് നേറ്റണാവോ? പടച്ചോൻ കാക്കട്ടെ. എല്ലാം എതിർക്കുക. മക്കളെ അറബിനെയും ഉറുദുവിനെയും ഫർദനെയും ഒന്നും നിങ്ങൾ എതിർക്കണ്ട. ഒരു കാലത്ത് നിങ്ങൾ ഫർദൻ എതിർത്തിന്നല്ലോ.
ഇസ്ലാമിക ശരീഅത്ത് മുസ്ലിം പെണ്ണുങ്ങളെ കണ്ണീര് കുടിപ്പിക്കുന്നു, പർദ്ദക്കുള്ളിൽ തളക്കുന്നു, പർദ്ദ പുരോഗതിക്ക് തടസ്സാണ്. മഹിളാ അസോസിയേഷൻ ഇതേ വിജയരാഘവൻ കണ്ണൂരിലെ വർഗീയ വിരുദ്ധ റാലിയിൽ പ്രസംഗിച്ച ഒരു ദേശാഭിമാനി എന്റെ കയ്യിലുണ്ട്. എന്താ അതിലെ വരിയെന്നറിയോ? മുമ്പ് തങ്ങന്മാരുടെയും മുസ്ലിംമാരുടെയും വീടുകളിലെ ബുർഖയും പർദ്ദയും ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് കേരളത്തിൽ വ്യാപിച്ചിരിക്കുന്നു പർദ്ദ. ഇതെന്തോ താലിബാനോ? അയാളെ ചോദ്യാണ്. പർദ്ദ നിങ്ങളൊക്കെ വർത്താനം കേട്ടിട്ട് അന്നെങ്ങാനും പർദ്ദ നിരോധിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതി കുഞ്ഞനന്ദനെ എന്തിട്ടിട്ടാ രക്ഷപ്പെടുക? പർദ്ദ ഉണ്ടായിട്ടില്ല ചെങ്ങായി ജയിച്ചിലായത്. പടച്ചോനെ, നിങ്ങൾ ഇതിനൊന്നും വല്ലാതെ എതിർക്കണ്ട. നിങ്ങൾക്ക് തന്നെ ആവശ്യം വരും. അറബിനെ എതിർത്തവരുണ്ടായിരുന്നു. അറബി പുരോഗതിക്ക് തടസ്സാണോ? നമ്മളെ പഴയ MLA അടക്കമുള്ള ആളുകൾ കേരളത്തിന്റെ നിയമസഭയിൽ വരെ ചോദിച്ചിരുന്നു, അറബി കൊണ്ട് എന്തുണ്ടാക്കാനാണ്? എന്തിനാണ് അറബി കൊണ്ടുള്ള മെച്ചം? ഗൾഫിൽ ഇപ്പൊ പോകുമ്പോ അറിയാം, സ്പോക്കൺ അറബിയാ. സ്പോക്കൺ ഇവിടെ ഇംഗ്ലീഷ് പോലെ സ്പോക്കൺ അറബി. മറ്റു സമുദായക്കാരായ കുട്ടികൾക്ക് ഇവിടെ നിന്ന് പോകുന്ന അധ്യാപകർ അറബിക്ക് പഠിപ്പിക്കാൻ പ്രത്യേകമായ ക്ലാസ് ഉണ്ട്. അവിടെ മെച്ചമുണ്ട്, അറബി കൊണ്ട് രക്ഷയുണ്ട്. ഞാൻ ഓർക്കുക, സൗദിയിൽ ദമാമിൽ ഇരിക്കുമ്പോഴാണ് മാർക്കോസിനെ അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്തു. മാർക്കോസിന്റെ എതിരാളികൾ ആരോ പറഞ്ഞു ഇയാള് മതപ്രചരണത്തിന് വന്നതാണ്. പിടിച്ചു, അറസ്റ്റ് ചെയ്തു. ചോദിച്ചു, നിങ്ങൾ ആരാണ്? അയാൾ പറഞ്ഞു, MS സിംഗർ, ഞാൻ ഒരു പാട്ടുകാരനാണ്. നിങ്ങൾക്ക് ഏത് പാട്ടാ അറിയാം? മൂപ്പര് ആദ്യം തന്നെ പാടി, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇതുണ്ട് ചെല്ലിയപ്പോ പോലീസുകാരാകെ അന്തം വിട്ടുക. ഇവര് പരസ്പരം നോക്കുകയാണ്. പിന്നെ മൂപ്പര് മൗത്തും ഹയാത്തിനും മനോട് തുടങ്ങി. മൗത്ത്, ഹയാത്ത്, പിന്നെ ജല്ല ജലാലെ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടപ്പോ പിടിച്ച പോലീസ് ഒരു ചാരയുടെ ചെങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഇവനെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞവനെ പിടിച്ച് അറസ്റ്റ് ചെയ്യാറുണ്ട്. അറബി ഉണ്ടായി. നേരം വെളുക്കോളം പിന്നെ പാടുന്നായിരുന്നു പണി. സുബൈ ബാങ്ക് കൊടുത്ത് പാട്ടൊക്കെ കഴിഞ്ഞിട്ട് മലയാളം ന്യൂസിനോട്, മനോരമയുടെ മലയാളം ന്യൂസിനോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ 2 അക്ഷരം അറബി ഇല്ലായിരുന്നുവെങ്കിൽ സൗദിയിൽ കുടുങ്ങിയേനെ. കണ്ടോ, അറബി മെച്ചാണ്. അറബി ലോകത്തിന്റെ പുരോഗതിയാ, രക്ഷയാണ്. ഇവിടെ എല്ലാ സംസ്കാരത്തെയും അങ്ങനെ എതിർത്തിട്ട് എന്താ കാര്യം? എല്ലാം വളരട്ടെ. ആരാ ഈ അടയാളങ്ങളെ മുഴുവൻ എതിർത്തത്? കാവി ആരെങ്കിലും പതിവാക്കിയ വസ്ത്രമായിരിക്കാം. പക്ഷേ കാവി ധരിച്ചവരൊക്കെ മുസ്ലിം വിരുദ്ധരാണ് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റി. കറുപ്പ് ധരിച്ചവരെല്ലാം മുസ്ലിം വിരുദ്ധരാണ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റി. വെള്ള ധരിച്ചവർ സമുദായ വിരോധികളാണ്, മറ്റ് സമുദായക്കാരുടെ ശത്രുക്കളാണ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തെറ്റി. നിറങ്ങളൊന്നും ഒരു സമുദായത്തിനും സംവരണം ചെയ്തതല്ല. ഇവിടെ അന്ധമായ കിബറും അസൂയയും മുത്ത് മുസ്ലിം ലീഗിന്റെ മേലിൽ കുതിര കയറാൻ വേണ്ടി എമർജിംഗ് പാണക്കാട് എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പാണക്കാട്ടെ തങ്ങളെ പറ്റിയിട്ട് പറയാ. എന്താന്നറിയാ? ഈ കെട്ടിടും മെഡിക്കൽ കോളേജൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഇനി ജാതക്കാളെ കിട്ടൂല. ഞാൻ ചുരുക്കുകയാണ്, ജാതക്കാളെ കിട്ടൂല. അതുകൊണ്ടാണ്. എന്നിട്ട് പറയാ പരിസ്ഥിതി പ്രശ്നം. പരിസ്ഥിതി ഒന്നുമല്ല മക്കളെ, ഇവരെ പരിസ്ഥിതി വളരെ മോശ. പഴയ മാതിരിയൊന്നും പാർട്ടിയിലൊന്നും ആരുമില്ല. 30 ലക്ഷത്തോളം ആളുകൾ, യുവാക്കൾ തന്നെ കൊഴിഞ്ഞു പോയിന്ന് ശ്രീരാമകൃഷ്ണൻ ബാംഗ്ലൂരിലെ സമ്മേളനത്തിൽ പറയാണ്. പാർട്ടിയിൽ ധാരാളം ആളുകൾ. ഇപ്പതാ മുണ്ടൂരിൽ ഇന്നലെ കൊടിയേരി ബാലകൃഷ്ണനെ ഇരുത്തി മുദ്രാവാക്യം വിളിച്ചിരിക്കുകയാണ്. കാറ് തടഞ്ഞു, AK ബാലന്റെ കാറ് തടഞ്ഞു. പാർട്ടി എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്? ധാരാളം ആളുകൾ പാർട്ടി വിട്ടുകൊണ്ടിരിക്കുക. എന്താ കാരണം? നിങ്ങളെ കൊലപാതകങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം എന്നറിയോ? അതാ ശുക്കൂറിന്റെ ദുആയാണ്. രാജാതിരാജനായ റബ്ബേ എന്ന് പറഞ്ഞ പൊന്നുമോൻ വിടരും മുമ്പ് ഞെട്ടറ്റ് വീണ പൊന്നു പുഷ്പം ഒരു ദുആണ് ഖൽബിൽ തട്ടിയിട്ട്. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. ആ ശുക്കൂറിന്റെ ദുആ സർവശക്തനായ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പിണറായിയുടെ പാർട്ടി ഉപ്പുവെച്ച കലം പോലെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതല്ലേ ഓരോരുത്തരും വിളിച്ചു പറയാണ്, ഞാനല്ല കൊന്നത്, മറ്റവനാ, എന്നെ സാക്ഷിയാക്കിയതാ, എന്നെ പ്രതിയാക്കിയതാ. ഇന്നലെ അമ്മമാര് വരുന്നു, തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കാണുന്നു. എന്താ കാര്യം? മർദ്ദിതന്റെ പ്രാർത്ഥനയാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇങ്ങനെ ഒരു ദുര്യോഗം ഉണ്ടോ? ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങള്. വളരെ ഗൗരവല്ലേ? TP ചന്ദ്രശേഖരന്റെ വധം നടന്ന ശേഷം ഇവര് നിരത്തി പറഞ്ഞു, ഞങ്ങളല്ല അതിന്റെ പിന്നിൽ. നിങ്ങൾ അതിന്റെ മുന്നിലാണ്. ആരെ പറഞ്ഞ് പിന്നിലാണ്? അതല്ലേ പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞത് കൊലപാതക രാഷ്ട്രീയം.
അപ്പോഴാണ് അച്യുതാനന്ദൻ പറയുന്നത് അല്ലേ. അപ്പൊ പിണറായി ഇങ്ങനെ നിൽക്കുകയാണ്. പിണറായി നിന്നിട്ട് പറയാണ്, ഞങ്ങൾ ആളുകളെ കൊല്ലുന്നവരാണ് എന്ന് ആരാണ് പറയുന്നത്? CPIM അങ്ങനെ ആളുകളെ കൊന്നിട്ടുണ്ടോ? ആരാ അങ്ങനെ പറഞ്ഞത്? അപ്പൊ ഇടുക്കി ജില്ലാ സെക്രട്ടറി MM മണി, പിന്നല്ലാതെ നമ്മൾ 10-13 ഒന്നായിട്ട് കൊന്നില്ലേ, കുറെ ചവിട്ടിക്കൊന്നു, കുറെ തല്ലിക്കൊന്നു, കുറെ കുത്തിക്കൊന്നു പറഞ്ഞു. മണിയായിട്ടുണ്ട് പറഞ്ഞപ്പോ പിണറായി മിണ്ടാതെ അവിടെ ഇരുന്നു. പിന്നെ അച്യുതാനന്ദൻ വന്നു. അച്യുതാനന്ദൻ പറഞ്ഞു, CPM അല്ല കൊന്നത്. ആരാ പറഞ്ഞത്? CPM അല്ല ചന്ദ്രശേഖരന്റെ വധത്തിന്റെ പിന്നിലെന്ന് അന്നെന്തൊന്നും പറയില്ല. അത് കേട്ടപ്പോഴാണ് പിണറായി പറഞ്ഞത്, ഇപ്പൊ പറഞ്ഞ ആള് ശരിയായ വറ്റ് തിന്നുന്ന ആളല്ല. ഞങ്ങളെ സംശയം ഇപ്പൊ എന്താണെന്ന് നിങ്ങൾ രണ്ടാളും എന്താ തിന്നണെന്നുള്ളതാണ്. രണ്ടിന്റെയും വർത്താനം കേൾക്കുമ്പോ നിങ്ങൾ വേറെന്തോ തിന്നുന്നുണ്ട് എന്നാ ഞങ്ങൾക്ക് തോന്നുന്നത്. എന്താ ഈ നാട്ടിന്റെ അവസ്ഥ? എന്നിട്ട് ഇളമരം കരിമോറിയ രജീഷിനെ കൊണ്ടുപോയി, കുഞ്ഞനന്ദനെ കൊണ്ടുപോയി, രവീന്ദ്രനെ കൊണ്ടുപോയി. എന്നോട് പറഞ്ഞിട്ടില്ല, രാമകൃഷ്ണനോട് പറഞ്ഞിട്ടില്ല, പല സുന്നത്തയിക്കാൻ കൊണ്ടുപോയതല്ലോ. പടച്ചോനെ മൂത്തമ്മ അമ്മായിയെ പോട്ടട്ടാ, കുളിപ്പിച്ചിക്കണിട്ടാ, ചെക്കനെ കാരത്തൂര് കൊണ്ട് ഇറക്കട്ടാ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകല്ലോ. അവര് കൊലപാതകത്തിലെ പ്രതികളാ, ഓരോന്നിനും പിടിക്കുക. ജയരാജൻ പറയുന്നത് എന്താ? ഞങ്ങളെ പാർട്ടി ഓഫീസിൽ ഇങ്ങനെ വല്ലാതെ റെയ്ഡ് നടത്തുകയാണ്, പാർട്ടിക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലാന്ന്. ഈ പുലിമാല നടത്തി അവിടെ പോയി കിടക്കണ പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടാവുമോ? ഞാൻ പറയാറുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ കള്ളം കടന്നപ്പോ പരാതി കൊടുത്തു ഒരാൾ, അയൽവാസികളുടെ സംശയം തന്നെ. വീട്ടുകാരന്റെ പേരിൽ പരാതി കൊടുത്തപ്പോ ഉടനെ കള്ളം പരാതി കൊടുത്തു വീട്ടുകാരനെതിരെ. എന്താ പരാതി? ഞാൻ അലമാറ തുറക്കുമ്പോ ഇയാൾ തലൊന്തിച്ചു നോക്കുക, അതാണ് അവന്റെ പരാതി. ഒരു പാർട്ടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ്, നാടിന്റെ നന്മക്കൊപ്പം നിൽക്കൂല, കാര്യങ്ങൾ തുറന്നു പറയില്ല, വസ്തുതകൾ ജനങ്ങളോട് പറയില്ലല്ലോ. വസ്തുത ജനങ്ങളോട് പറയില്ല. TP ചന്ദ്രശേഖരന്റെ വധം, ഷുക്കൂറിന്റെതൊക്കെ ഇങ്ങനെ പറയാൻ, അതിങ്ങനെ പറയുന്ന സമയത്ത് എല്ലാ ചാനലും ഇത് കാണിക്കുമ്പോ കൈരളി ചാനലിൽ അതില്ല. കൈരളി ചാനലില് എക്സസൈസ് എടുക്കുന്ന മെഷീനേറ്റ് സുബൈക്ക് തുടങ്ങും. പടച്ചോനെ മഗ്‌രിബ് വരെ ഊരട്ടിട്ട് ഇങ്ങനെ ആക്കിയിട്ട് എവിടുക്കാണ് ആ ഊരേറ്റ് പോകങ്ങള്? ഒരു മനുഷ്യന്മാരെ ഇങ്ങനൊരു പാർട്ടി ഉണ്ടോ? ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാകും. മാർക്സിസ്റ്റ് പാർട്ടിക്ക് അകത്ത് വളർന്നു വരുന്ന ഒരു തലമുറ മക്കൾക്ക് നിങ്ങൾ ആചാര്യന്മാരെ പേരെന്നെ നിശ്ചണ്ടാവില്ല, അറിയില്ല. ഫിഡൽ കാസ്ട്രോ എന്ന് പറഞ്ഞ ഇന്നത്തെ തലമുറക്ക് അറിയില്ല. സഖാവ് ലെനിൻ എന്ന് പറഞ്ഞാൽ തിരിയില്ല, കാറൽ മാക്സ് എന്ന് പറഞ്ഞാൽ തിരിയില്ല, സഖാവ് എംഗൽസ് എന്ന് പറഞ്ഞാൽ തിരിയില്ല, സഖാവ് ചെഗുവേര എന്ന് പറഞ്ഞാൽ തിരിയില്ല. പുതിയ തലമുറക്ക് എങ്ങനെ പറയണം? കാരായി രാജൻ, കാരായി ചന്ദ്രൻ, അണ്ണൻ സുജിത്ത്, കിർമാണി മനോജ്. ഇതാണ് പുതിയ ആചാര്യന്മാർ, പുതിയ പാർട്ടി. അല്ലെങ്കിൽ നിങ്ങളൊന്ന് നോക്കാണി, ആ പിടിക്കണ പ്രതിയോളെ പ്രായത്ര ഒരു മഹലിൽ നിശ്ചയത്തിന് പോകാൻ പറ്റിയ പ്രായമല്ല അതൊക്കെ. എത്ര മൂത്ത മനുഷ്യന്മാരാണ്. അവരൊക്കെ ഒരു നാട്ടിൽ കുഴപ്പമുണ്ടെങ്കിൽ തടുക്കേണ്ടവരാണ്. ആ തടുക്കേണ്ടവരാണ് ഈ കൊലപാതകത്തിലെ മുഴുവൻ പ്രതികൾ. ഇതൊന്നും വസ്തുതാപരമായി ജനങ്ങളോട് പറയണില്ല. നിങ്ങൾ കണ്ടില്ല, നിങ്ങൾ ഇടുക്കി ജില്ലാ സെക്രട്ടറിനെ കുറെ സംരക്ഷിച്ചു, MM മണിയെ. പിന്നെ മണി പറഞ്ഞു കൊല്ലുന്ന പരിപാടി ഞങ്ങൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ മണിനെ പുറത്താക്കണ ഉടനെ കണ്ടിക്കണ്. പണ്ട് ഇങ്ങനെ പുറത്താക്കാതെ എടുത്ത് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, ഗോപി കോട്ടമുറിക്കൽ. മൂപ്പര് എന്ത് ചെയ്തു തരേ, കോട്ടവണ്ടിയിലാണ് കയറ്റി. അപ്പൊ ഇവര് ഞാൻ പണ്ട് അത് കുലുമാല് വേറെയാണ്, ഒളിക്യാമറ. ഞങ്ങളെ പറ്റി പറഞ്ഞതൊക്കെ നടന്നില്ലടോ, ഒളിക്യാമറയും അല്ലേ. അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കൽ ആരാന്ന് ലോറൻസ് പറഞ്ഞല്ലോ. വിരോധം മൂത്താ തൊള്ളേ തോന്നിയത് പറയുന്നത് ആരാന്ന് പറഞ്ഞല്ലോ. കയ്യൂര് സമരത്തിൽ നായനാർ പങ്കെടുത്തിട്ടില്ല എന്ന് ഇതുവരെ നടന്ന്. പുന്നപ്ര വയലാറിന്റെ ശുഹദായിൽ പെട്ടതാ ഞാനെന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളാ അച്യുതാനന്ദൻ. MM ലോറൻസ് പറയാ പുന്നപ്ര വയലാർ നടക്കുമ്പോ പാഞ്ഞു കഴിച്ചിലായ അർപ്പാത്. പിന്നെ അയാളെ സ്ഥിതി എന്താ? അപ്പൊ പറഞ്ഞു അന്നക്കറിയാടാ എന്റെ പെണ്ണുങ്ങളെ ഇഞ്ചക്ഷൻ വെച്ച് കൊല്ലാന്ന് ഡോക്ടറോട് പറഞ്ഞില്ലേ, അവൾക്ക് ഭ്രാന്താന്ന് പറഞ്ഞില്ലേ. അപ്പോ മൂപ്പര മോള് വന്നിട്ട് പറഞ്ഞു, ഞാൻ എന്റെ അച്ഛന്റെ ഒരു ചെങ്ങായി അല്ലേച്ചിട്ടല്ലേ തന്തേ പറഞ്ഞത്, നിങ്ങൾ പുറത്ത് പറയാൻ പാടുണ്ടോ? ഏതായാലും ഈ സംഭവമൊക്കെ നടന്നുകൊണ്ടിരിക്കുക, പാർട്ടിക്കകത്ത് കൊടുമ്പിരി കൊണ്ട പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഗോപി കോട്ടമൊഴിക്കലിനെ ഈ താപ്പില് അത് പുറത്താക്കി. പണ്ട് ഫാസ്റ്റ് ഫുഡ് കടയില് ഭക്ഷണം കഴിക്കാനും ടിപ് ടോപ്പിൽ വസ്ത്രം ധരിച്ചൊരു ടൈയും കോട്ടൊക്കെ ഇട്ട് ഇൻ ചെയ്തിട്ട് അതിൽ കീശയിലേക്ക് കൈയൊക്കെ തിരികിയിട്ട് വരുത്താൻ പോയി. അറുപിസ്കൻ വലിയ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാന്ന് ജനങ്ങളോട് ഇങ്ങനെ വീരവാദം മുഴക്കുന്ന ആളാ. അവൻ ഒന്നായിട്ട് ഓർഡർ ചെയ്തു, ഉള്ള ചിക്കൻ ചില്ലിയും തന്തൂരിയും എല്ലാം ഒന്നും ഇങ്ങനെ ടേബിൾ നിന്ന് നിറച്ചു വെച്ചു. അവനക്ക് ഇതൊക്കെ പാടെ ഓർഡർ ചെയ്തൊരു അഭിമാനമുണ്ട്. പക്ഷേ എന്റെ പൈസ കൊടുക്കണ്ടേ, ഒരു ബേജാറുണ്ട്. അപ്പൊ എന്ത് ചെയ്ത് അറിയോ? സപ്ലയറെ വിളിച്ചിട്ട് പറഞ്ഞു, ആളി മറ്റന്നാളൊക്കെ തിന്നണത് സ്വകാര്യമായിട്ട്,
അവരോട് പറഞ്ഞ് എന്റെ പെരയിൽ 2-3 പൂച്ചോളുണ്ട്, അതുകൊണ്ട് ഒരു കീസറയിലാക്കി തന്നാളാണ്. കുറച്ച് കഴിഞ്ഞ് ഇന്നോവ കാറ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് പറഞ്ഞു എവിടെ നമ്മളെ സാധനമൊക്കെ ഡിക്കിലുണ്ട് പറഞ്ഞു. ഡിക്കിലുള്ള ഈ കാറുമായിട്ട് പോയിട്ട് ഡോറ് നേരെ ചെന്ന് ഗേറ്റ് തുറന്ന് വീട്ടിൽ കയറി. ഡിക്ക് തുറന്നു നോക്കുമ്പോ വലിയൊരു കുട്ടിച്ചാക്ക. അപ്പൊ എന്താ സംഭവം? ഏതായാലും പൂച്ചക്ക് കൊടുക്കല്ലേ വെച്ചിട്ട് നാട്ടുകാർ ഇമ്പിട്ട മുഴുവൻ എല്ലാം അതിലിട്ടിട്ട് കൊടുക്കല്ലേ വെച്ചിട്ടാണ് കൊടുത്തു. എന്ന പോലെ മാർച്ചിട്ട് പാട്ടിയിൽ കുറേ എല്ലും തോലക്കായി ഗോപി കോട്ടപ്പുറിക്കല് ഓരോ ജില്ലാ സെക്രട്ടറി, ബ്രാഞ്ച് സെക്രട്ടറി ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഈ കൂട്ടത്തില് ഈ സമയത്ത് കണ്ടു ഒന്നാകെ കൊടുത്തു. ഒരു പാർട്ടി നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇങ്ങനത്തെ ഒരു കൗതുക ലോക ചരിത്രത്തിലുണ്ടോ? ആ രാജേഷ് അറസ്റ്റ് ചെയ്തെന്ന് കരയേണ്ട ആളാണ്. പക്ഷെ ആദ്യം അഡ്വാൻസ് ആയി കരഞ്ഞുകൊണ്ട് പിന്നെ കരയാൻ പറ്റൂല. ഓനോട് പാർട്ടി പറഞ്ഞിരിക്കണം ഒരു വിപ്ലവകാരി കരയാൻ പാടില്ല. ഞാൻ മിനിഞ്ഞാന്ന് രാജേഷിന്റെ നാട്ടിൽ കല്യാശ്ശേരിയിൽ എന്താ പറയാ മുട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നപ്പോ അവിടെയുള്ള നാട്ടുകാർ പറയാണ്, രാജേഷ് നടന്ന് പറയാണിപ്പോ ഞാനൊരു മതവിശ്വാസിയാണ് നടന്നു പറയാ. കാരണം ഞാൻ അതേ രക്ഷയുള്ളൂ. മതത്തുമ്മലാപ്പപ്പെടുത്താം പർദ്ദോണ്ടുള്ള കുഞ്ഞനന്തം കഴിച്ചിലായത് എന്ന പോലെ കൊല്ലാൻ കൊണ്ടുപോകുമ്പോ മാഷാ അല്ലാഹ് ആ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് പോവുക. മാർക്സിസ്റ്റ് പാർട്ടിയാണിത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് ആരോടാ സ്നേഹം? നിങ്ങൾക്ക് കാശെടുത്ത് പിരിച്ചു തന്ന ചന്ദ്രശേഖരനെ ലൈറ്റത്ത് കാണിച്ചു കൊടുത്തിട്ടാ കൊല്ലുന്നത്. എവിടുന്നാണ്? കണ്ണുചോരയില്ലാത്ത പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നല്ലാതെ നിങ്ങളെ പറ്റി എന്ത് പറയാനാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനത്തെ ഒരു പാർട്ടി ഉണ്ടോ? അതുകൊണ്ട് പാർട്ടിയുടെ പരിപാടികളൊന്നും നടക്കുന്നില്ല. എല്ലാ നിലക്കും പാർട്ടിക്ക് വലിയ പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ അരണയുടെ ബുദ്ധിയിൽ ഓന്തിനെ പോലെ നിറം മാറിയിട്ട് ഈനാമ്പേച്ചിയുടെ സ്വഭാവത്തിൽ കണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയിൽ പിണറായിയുടെ അനുയായികൾ നാടൊട്ടുക്കും ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പൊ ചാനലിൽ വരുന്നതാരാ? ശ്രീരാമകൃഷ്ണനല്ല, KK ലതികയുടെ ഭർത്താവ് മോഹനമാഷ് ഇപ്പൊ ജയിലിലാണ്. ഇപ്പൊ ലതിക ചർച്ചയ്ക്ക് വരികയാണ്. ഇനി ലതിക ജാഥയിൽ വരും. ലതിക എന്തെങ്കിലും കുലുമാറി പറയും, ലതികനെ കൊണ്ടേ അറസ്റ്റ് ചെയ്യും. അപ്പൊ മോഹൻ മാസ്റ്റർ ഇപ്പൊ ലതിക വന്ന ജയിലറ ഞമ്മക്ക് മണിയറയാണ്. അങ്ങനല്ലേ പറഞ്ഞേ? വല്ലൊരു കഥ. ഇപ്പൊ കണ്ടോ നിങ്ങള്? മട്ടന്നൂർ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. അവിടുത്തെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട ആളാരാണ്? പ്രഭാകരൻ മാഷ്. മിഞ്ഞാന്ന് അറസ്റ്റ് ചെയ്ത് എന്താ കാര്യം? മറ്റേ ജയരാജനെ അറസ്റ്റ് ചെയ്തെന്ന് ഹർത്താൽ നടത്തിയപ്പോ അതിൽ പിടിച്ചതാ. ഇപ്പൊ അറസ്റ്റ് ചെയ്തപ്പോ 37 പെണ്ണുങ്ങള് KK ശൈലജ, KK ലതികല്ല, KK ശൈലജ 37 പറയാണ് അറസ്റ്റ് ചെയ്തതില് എനിക്ക് അപമാനം ഉണ്ടായി കുടുംബത്തിന്. പടച്ചോനെ, ഞങ്ങളെ കുഞ്ഞാപ്പ എത്ര കാലായി ആ കുടുംബം എല്ലാരും ഇതൊരു സാമ്പിൾ അറിയട്ടുള്ളൂ. നിങ്ങള് ഈ രാജ്യത്ത് ഞങ്ങളെപ്പറ്റി പറഞ്ഞത് മുഴുവൻ നിങ്ങളുടെ പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പരാതി മുഴുവൻ നിങ്ങളെ വക. വനിതാ ജീവനക്കാരികൾ, പാർട്ടിയുടെ ആളുകള്, ഉത്തരവാദിത്തപ്പെട്ടവർ, ഇതൊക്കെയാ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് പിടിച്ചു നിൽക്കാൻ ഗതിയില്ലാതെ ലീഗിന് നേരെ കുതിര കയറിയിട്ട് പറയാ ലീഗ് വർഗീയതയുണ്ടാക്കുന്നു, ലീഗ് ബഹളമുണ്ടാക്കുന്നു. ലീഗ് എവിടെയാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്നത്? നിങ്ങളെ പാർട്ടിക്കുള്ള പ്രതിസന്ധി കാരനാണ് ആലപ്പുഴ ജില്ലയിലെ സമ്മേളനം തന്നെ മാറ്റിവെച്ചത്. ആലപ്പുഴയിൽ ഒരു ജില്ലാ സമ്മേളനം SFI മാറ്റിവെച്ചു. നേതാക്കന്മാർക്ക് വേണ്ടാത്ത പാർട്ടി ഞമ്മക്കെന്തിനാണ്? ഇത് പറയുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത്, മുമ്പ് വാപ്പാനോടൊരു മകൻ പറഞ്ഞു പെണ്ണെട്ടിച്ചു തരുമെന്ന്. വാപ്പ ഇങ്ങനെ ആലോചിച്ചു നിന്നു. വാപ്പാന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടും കേൾക്കണില്ല. വാപ്പാക്ക് ആ വൈക്കൊരു ചിന്തയില്ല. അവരൊക്കെ എന്ത് ചെയ്തു അറിയാം? കൊടുക്കാനുള്ളതൊക്കെ കൊണ്ട് കൊടുക്കലാണ് നിർത്തി വീട്ടിക്ക്. കുറച്ചങ്ങനെ കഴിഞ്ഞപ്പോ വീട്ടിലൊക്കെ ഇങ്ങനെ അത്യാവശ്യം കഷ്ടപ്പാടൊക്കെ ഇങ്ങനെ വന്നപ്പോ ഇവനെ തെരഞ്ഞെടുന്ന് കണ്ടില്ല. ആ ഇടക്കാണ് മാതാവ് രോഗബാധിതയായി, വിളിച്ചിട്ട് വന്നില്ല, കിടന്നു. മാതാവ് മരണപ്പെട്ടപ്പോ ആരോ പോയി പറഞ്ഞു. അപ്പൊ ഇവൻ കബഡി കളിക്കാൻ പോയിരുന്നിട്ട് The time is 9:30 p.m. അപ്പൊ എന്താ പറഞ്ഞറിയാ? അന്തിത്തണക്ക് ഒരാളില്ലാത്തതിന്റെ വിവരം ബാപ്പി 2 ദിവസം അനുഭവിക്കട്ടെ, അമീത് മറ്റന്നാ പെരയുണ്ടാവുന്നറിഞ്ഞു. അങ്ങനെ പിന്നെ വന്നത്. അപ്പൊ ഓനക്കെന്താ അറിയാം? ഉമ്മാനോടുള്ള എതിർപ്പൊന്നല്ല, വാപ്പാനോടുള്ള വിരോധ. മാർക്സിസ്റ്റ് പാർട്ടിയിലെ പ്രവർത്തകർക്ക് കമ്മ്യൂണിസത്തോടുള്ള എതിർപ്പല്ല, ഇപ്പത്തെ നേതാക്കന്മാരോടുള്ള എതിർപ്പാ. കാരണം നിങ്ങൾ കണ്ടില്ലേ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളൊക്കെ ജയിലിൽ. ആ അച്യുതാനന്ദൻ ഇറങ്ങണ നേരത്തൊക്കെ ജയിലൊക്കെ മാർബിളും മൊസൈക്ക് ഇടുമ്പോ നമുക്ക് ഇത്ര മനസ്സിലായില്ല അവനാനക്ക് കെടുക്കാനുള്ളതാന്നുള്ളത്. ഓരോരുത്തരും പോയി നിൽക്കല്ലേ, കയ്യാമം വെച്ച് നടുറോഡിലൂടെ കൊണ്ടുപോകുന്ന പറഞ്ഞത്.
എന്നിട്ട് കാണാൻ രമയോട് പറയാ CBI അന്വേഷിക്കണം. പാർട്ടി പറഞ്ഞു അന്വേഷിക്കണ്ട. അപ്പൊ അയാൾ അതിൽ പോരണ്ടേ? കുറച്ച് നാണുമാനുള്ള മനുഷ്യനാണെങ്കിൽ പോരാ. അന്ന് അയാൾ ചെയ്ത പണിയണ്ട. ജനശ്രദ്ധ തിരിച്ചുവിടാൻ കൂടംകുളത്തേക്ക് പോയി. കൂടംകുളത്ത് കണ്ടൊരു പോക്കുമായിട്ട് അയാള് വല്ലാത്തൊരു പോക്കായിരുന്നത്. അവിടെ എത്തി പോലീസ് പറഞ്ഞ് തടഞ്ഞിരിക്കുന്നു, പോകാൻ വയ്യ, തിരിച്ചു പോകുന്നു. എല്ലാരും അങ്ങനെ തന്നെയല്ലേ? അത് വലിയ കാര്യമാണോ? മുമ്പ് കൂടംകുളത്ത് പോയിട്ട് ഞാൻ പോകാൻ പാത്തുവാത്ത കിണറ്റി ചാടാൻ പോയത്. അങ്ങനെ പാത്തുവാത്ത പോയിട്ടാണ് ഒരു പോക്ക്. എന്നെ പിടിച്ചോളിയടി ചെയ്താൽ മരുമക്കളൊക്കെ പാടെ പിടിച്ചേച്ചി കൊതിരിട്ടറിയ ആരും പിടിക്കണില്ലല്ലോ, എന്നെ പിടിച്ചോളിയടി അറിയാം. പാത്തുവാത്ത കിണറ്റി ചാടാനാ പോണത്. പിന്നെ എന്തിയെ ചാടാന്ന് ചോദിച്ചപ്പോ വലിയൊരു നീർക്കോലി. അല്ലോ ഇങ്ങോട്ടെന്നെ പോകുന്നത്. പിന്നെ ഇത് നീർക്കോലിയാ. പാർട്ടിയുടെ നേതാക്കന്മാർ ജനങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ട്, സമൂഹത്തിനിടയിൽ ഒറ്റപ്പെട്ട്, ജനങ്ങൾക്കിടയിലെല്ലാം കൊണ്ടും മോശമായ സ്ഥിതിവിശേഷത്തിലായപ്പോ പിടിച്ചു നിൽക്കാൻ വ്യായാമം നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസത്തിന്റെ കാപട്യം തിരിച്ചറിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. നവസമൂഹത്തിന്റെ ധീരമായ കാൽവെപ്പ് MSF സംസ്ഥാന സമ്മേളനം